നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഇതുമൂലം വിവിധ എമിറേറ്റിലെ താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും ഒക്കെ വെള്ളത്തിനടിയിലായത് ഗതാഗതത്തെ വളരെയേറെ ബാധിച്ചിരുന്നു. പതിവിന് വിപരീതമായി കനത്ത മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടായത് യുഎഇ നിവാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവം കൂടിയായിരുന്നു. ഇത് വലിയ ആശങ്കയ്ക്കും വഴിവെച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രാജ്യത്ത് അനുഭവപ്പെട്ട കനത്ത മഴ ഇപ്പോൾ അവസാനിച്ചതായി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് അന്ത്യമുണ്ടായതായി ഇന്നലെയാണ് മന്ത്രാലയം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. യുഎഇയുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയതെന്ന് മന്ത്രാലയം ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയ രാജ്യത്തെ പോലീസ് ജനറൽ ഡയറക്ടറേറ്റുകളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും മുൻകരുതലിനെ മന്ത്രാലയം ട്വീറ്റിൽ പ്രശംസിക്കുകയും ചെയ്തു. യുഎഇയിൽ കഴിഞ്ഞ ദിവസം നേരിയ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ്. അടുത്തയാഴ്ച മുഴുവൻ വരണ്ടതും എന്നാൽ മേഘാവൃതവുമായിരിക്കും. ഞായറാഴ്ച, അതായത് ഇന്ന്, ആകാശം ചിലപ്പോൾ മേഘാവൃതമായിരിക്കാൻ സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ കനത്ത മഴ എങ്ങും തന്നെ പ്രവചിച്ചിട്ടില്ല. ഞായർ രാത്രിയും തിങ്കളാഴ്ച രാവിലെയും ഈർപ്പം വർദ്ധിക്കാനിടയുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അന്തരീക്ഷ താപനിലയിൽ നേരിയ വർധനയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. കനത്ത മഴയിൽ ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ജനജീവിതത്തെ ഇത് ബാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള യുഎഇയുടെ ദൗത്യത്തിന്റെ വിജയമാണ് ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് കാരണമെന്ന ചർച്ചകളും സജീവമായിരുന്നു. അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടന വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യിക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. മേഘങ്ങളിൽ മഴ പെയ്യുവാൻ വേണ്ടി നടക്കുന്ന സൂക്ഷ്മ ഭൗതിക പ്രവർത്തനങ്ങൾ രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ സൃഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ മഴ പെയ്യിക്കുന്നതിനോ കൃത്രിമ മഞ്ഞ് വരുത്തുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മൂടൽമഞ്ഞ് കുറയ്ക്കുന്നതിനും ഈ പ്രവർത്തനം ഉപയോഗിക്കുന്നു. ക്ലൗഡ് സീഡിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ് ആണ്. ഡ്രൈ ഐസ്, അതായത് മരവിപ്പിച്ച കാർബൺ ഡയോക്സൈഡ് എന്നിവയാണ്. ഇത്തരത്തിൽ 0 ഡിഗ്രിയേക്കാൾ താഴെ തണുപ്പിച്ച വസ്തുക്കൾ മേഘത്തിലേക്ക് റോക്കറ്റുകളിലോ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് പ്രസരിപ്പിച്ച് ഇത് സാധ്യമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.